everyone, welcome back to my channel. So ഇന്നത്തെ വീഡിയോ നമ്മുടെ CE സൈറ്റിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ്. അപ്പോൾ എല്ലാവരും റാങ്ക് ഒക്കെ പ്രതീക്ഷിക്കുന്നു, റാങ്ക് ലിസ്റ്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നപ്പോൾ CE വേറെ നോട്ടിഫിക്കേഷനാണ് പുറത്തുവിട്ടത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലോ നിങ്ങൾക്ക് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന രീതിയിലോ എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡിഫക്റ്റ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഐഡന്റിറ്റി റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാഷണാലിറ്റിയുടെ ഐഡന്റിറ്റിയോ നേറ്റിവിറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിൽ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുകയോ, നോട്ടിഫിക്കേഷനും പോട്ടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുകയോ, അല്ലെങ്കിൽ നിങ്ങൾ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന രീതിയിൽ നോൺ ക്രിമിലെയർ പോലത്തെ ഒരു സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്തവർക്ക് ഡിഫക്റ്റ് ക്ലിയറൻസിന് വേണ്ടിയിട്ടൊരു ടൈം പീരീഡ് CEക്കാർ തന്നിട്ടുണ്ട്. അത് 4/9/2024 4 മണി വരെയാണ് നമുക്ക് അലോട്ടഡ് ആയിട്ടുള്ള സമയം. സോ ഇതെങ്ങനെ മനസ്സിലാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ CE വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടൽ, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡും അടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊരു പുതിയ ഇന്റർഫേസിലേക്ക് ചെന്ന് ചേരും. അവിടെ നിങ്ങളൊരു ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ മെമ്മോയിൽ റെഡ് കളറിൽ ഡിഫക്റ്റ് കാണിക്കും. അതല്ല നിങ്ങൾക്ക് ഡിഫക്റ്റ് ഒന്നും തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രൊഫൈലും എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കേസ് വരികയാണ്. അതായത് നിങ്ങൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് റിസർവേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അവർക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഡിഫക്റ്റ് ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഡിഫക്റ്റ് ഇല്ലെന്നും കാണിക്കാൻ പറ്റത്തില്ല. സോ അങ്ങനത്തെ ഒരു കേസ് കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ടില്ലെങ്കിൽ CEക്കാർക്ക് എങ്ങനെ പറയാൻ പറ്റും എനിക്ക് ഡിഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഡിഫക്റ്റ് ഇല്ല എന്ന്? സോ അതൊരു കേസാണ്. ഓക്കെ, ഇനിയിപ്പം അങ്ങനെ ഓൾമോസ്റ്റ് ആളുകളും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് മറ്റേ കേസ് തന്നെ എടുക്കാം. അത് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കും മെമ്മോയിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. സോ അത് നിങ്ങൾ എനിക്ക് കാണിച്ചില്ലെന്ന് ഓർത്ത് ടെൻഷൻ ആവണ്ട. പ്രൊഫൈലിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫക്റ്റ് ഇല്ലെന്നാണ് അർത്ഥം. സോ അത് ക്ലിയർ ചെയ്യാനുള്ള ഡേറ്റ്, ആ ഒരു നോട്ടിഫിക്കേഷനാണ് നമുക്കിപ്പോൾ തന്നിരിക്കുന്നത്. 4/9 സെപ്റ്റംബർ 4 4 മണി വരെ മാത്രമേ അത് ചെയ്യാനുള്ള അലോട്ടഡ് സമയമുള്ളൂ. അത് കഴിഞ്ഞ് സ്വീകരിക്കുന്നതല്ല. ഇനി ഇപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ഡോക്യുമെന്റ്സ് ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്തില്ലാത്ത പക്ഷം CE നിങ്ങളുടെ റിസർവേഷൻ മാത്രമാണ് ക്യാൻസൽ ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരും, പക്ഷെ നിങ്ങൾക്ക് ആ കാറ്റഗറി ലിസ്റ്റിലേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ കാറ്റഗറി ലിസ്റ്റിലേക്ക് വരാൻ പറ്റാത്തപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുന്നേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. കാറ്റഗറി ലിസ്റ്റും റാങ്ക് ലിസ്റ്റും എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ അതൊന്ന് പോയി കാണാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ കാറ്റഗറി ലിസ്റ്റിൽ കൺസിഡർ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്കൊരു റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതിൽ നിന്ന് നിങ്ങളെ ക്യാൻസൽ ചെയ്യും CE. അല്ലാണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, നല്ലൊരു റാങ്ക് ആണെന്നുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. കാര്യം കാറ്റഗറി ലിസ്റ്റിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റിസർവേഷനോട് പെട്ടെന്ന് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ആണ്, ഒരു 100-200 ഒക്കെ ഉള്ള റാങ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റിസർവേഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോളേജ് അഡ്മിഷൻ കിട്ടും. സോ അതാണ് ഒരു എക്സെപ്ഷൻ കേസ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഇപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് മാത്രം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാന്നല്ല, അങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ. ഓൺലൈൻ മോഡിൽ മാത്രമേ നമുക്ക് ഡോക്യുമെന്റ്സ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് CEക്കാർക്ക് നേരിട്ട് ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. അതൊന്നും വാലിഡ് ആയിട്ടുള്ള അവർ കൺസിഡർ ചെയ്യില്ല. സോ ഇതാണ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിൽ അവർ പറയുന്നത്. സോ എല്ലാവരും ഇന്നും നാളെയൊക്കെ ആയിട്ട് പോയിട്ട് വേഗം തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ളവരാണെങ്കിൽ ചെയ്യുക. അങ്ങനെ കാണിക്കാത്തവർ പ്രൊഫൈലിന് മാത്രമേ കാണിച്ചിട്ടുള്ളെങ്കിൽ അവർ അതോർത്ത് ഇങ്ങനെ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, വേറൊരു കാര്യം കൂടെ പറയാം. എല്ലാവരും ഇപ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് എവിടെ, കാറ്റഗറി ലിസ്റ്റ് എവിടെ എന്നൊക്കെ ഓർത്ത് ഇന്ന് 31st ആണ്, ഇന്ന് വരുമെന്ന് പറഞ്ഞാണല്ലോ ഓൺ ബിഫോർ 31st ആണ് കിടക്കുന്നത് നോട്ടിഫിക്കേഷനിൽ. എവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് ചോദിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ 2022 ഇറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അവർ 24/9/2022 കാര്യം ഞാൻ പറയുന്നത്. മുന്നിലത്തെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതോട്ട് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ചെന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് മേ ബി സാധ്യത ഉണ്ടാവും, മേ ബി സാധ്യത ഇല്ലായിരിക്കും. പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ ഒരു 10 ദിവസത്തിനുള്ളിലായിരിക്കാം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ചിലപ്പം ഈ ഒരു രീതിയിലായിരിക്കാം. നമുക്ക് ഒന്ന് നോക്കാം. സോ 24 അവരെന്താ നോട്ടിഫിക്കേഷനോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫെസിലിറ്റീസ് ഫോർ കറക്റ്റിംഗ് ഡിഫെക്ഷൻ ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ. നമുക്ക് ആ ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി, അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു 24 വന്നത്. എന്നാൽ 25 നെക്സ്റ്റ് ഡേ അവർ എന്ത് ചെയ്തു? പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ്, ഒഫീഷ്യൽ അല്ല, പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് 25 അവർ പബ്ലിഷ് ചെയ്തു.
ദെൻ ഒരു 10-14 ദിവസത്തിന്റെ ഗ്യാപ്പിലാണ് 11/9 അവർ ഒഫീഷ്യൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒഫീഷ്യൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള കാറ്റഗറി ലിസ്റ്റും ഈ 11-ാം തീയതി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 20-ാം തീയതിയാണ് ഫൈനൽ കാറ്റഗറി ലിസ്റ്റ് വരുന്നത്. സോ ഇതിന്റെ 20 എന്ന് പറയുമ്പോഴത്തേനും 20/10/2022 നെക്സ്റ്റ് മന്ത് 20-ാം തീയതിയാണ് അത് ഫൈനലൈസ് ആയിട്ടുള്ള കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 31-ാം തീയതി അവർ ഡിഫക്ട് ക്ലിയറൻസിന് വന്നിട്ടുണ്ട്. നാളെ 1-ാം തീയതി മേ ബി നിങ്ങളുടെ പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തേക്കാം. എനിക്ക് ഉറപ്പൊന്നുമില്ല. നമുക്ക് ഈ ഒരു അടിസ്ഥാനത്തിൽ നോക്കുന്നെങ്കിൽ മേ ബി നാളെ വരാം. ഓക്കെ, ദെൻ ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ളതും വരാം. ആൻഡ് ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതല്ല, ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് മോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CA വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് വരുന്ന 10 ദിവസത്തിനുള്ളിൽ ഒഫീഷ്യലി ഉള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. സോ അപ്പം അതും ഇതും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് ഒത്തില്ല എന്നൊക്കെ പറയാൻ പറ്റും. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം, എന്നോ നാളെ വരാം. എന്തായാലും വരും, എന്തായാലും പ്രതീക്ഷിച്ചോടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ കോളേജിനെ പറ്റിയുള്ള വീഡിയോ ഇതിന് പുറകെ വരുന്നുണ്ട്. ഞാൻ പറ്റിച്ചതല്ല, ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇന്നലെ ഞാൻ എടുത്തായിരുന്നു, പക്ഷേ 28 മിനിറ്റോളം കൊണ്ട് നിങ്ങൾ ആരും കണ്ടിരിക്കത്തില്ല. സോ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഒരു 10-15 മിനിറ്റിൽ ഒതുക്കുന്ന രീതിയിൽ ഒരു വീഡിയോ എടുക്കാം. സോ അത് ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഇഫ് ഞാൻ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.